വർക്ക് ചെയ്യാണ്. യെസ്, ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് 300 വാട്ടർ സ്ട്രീറ്റിലാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ വർക്കിച്ചോ നമ്മുടെ April 27 ചിത്രവർണ്ണം ടൊറന്റോ 2024 കാനഡ ഇവന്റ് സെന്റർ വിത്ത് ബി. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ. ഒരു 2000 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ പാർക്കിംഗ് ലോട്ട്. തീർച്ചയായിട്ടും സൈഡിലെ ലേക്ക് ഒക്കെ ഉണ്ടോ, എന്നെ രസമല്ലേ. ബ്യൂട്ടിഫുൾ അല്ലേ. നമ്മുടെ ഷോ തുടങ്ങുന്നത് 5:30 to 9:30 ആണല്ലോ. അപ്പൊ കുറച്ച് നേരത്തെ ഒന്ന് പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് വന്നാലും നമുക്ക് ഇതേ അവിടെ പോയിട്ട് കുറച്ച് നേരം ബീച്ച് സൈഡ് ഒക്കെ എൻജോയ് ചെയ്യാം. ഫാമിലി ആയിട്ട് നല്ലൊരു ടൈം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഒണ്ടാരിയോ ലേക്ക് അല്ലേ. ഒണ്ടാരിയോ ലേക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥലം, ലാൻഡ്സ്കേപ്പ്. തീർച്ചയായിട്ടും അതും പാർക്കിംഗ് സ്ലോട്ടും എല്ലാം കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെന്യൂ തന്നെയാണ് അല്ലേ വർക്കിച്ച. അപ്പോ അതെല്ലാം സെറ്റാണ്. നമ്മളിങ്ങനെ സംസാരിച്ച് നിൽക്കാതെ എന്താണ് നമ്മുടെ ഈ ഒരു വെന്യൂവിനകത്തുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ. വാ. യെസ്, അപ്പോ ഇതാണ് നമ്മുടെ ചിത്രവർണ്ണം 2024 സ്റ്റേജ്. വർക്കിച്ചോ April 27 നമ്മളിവിടെ തകർക്കാൻ പോവാണ്. നമ്മളല്ല, ചിത്ര ചേച്ചിയും. അതെ, ചിത്ര ചേച്ചിയും നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ശരത് സാറും അനാമികയും KK നിഷാദും ഒക്കെ പാടാൻ പോകുന്ന സ്റ്റേജ് ആണിത്. അമ്പലപ്രാവിൻ മനം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേജിനെ പറ്റി പറയുമ്പോൾ തന്നെ കാനഡയിൽ തന്നെയുള്ള ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ഒരു LED സ്ക്രീൻ എന്ന് പറയുന്നതൊക്കെ. ആൻഡ് പാടുമ്പോൾ തന്നെ സ്പീക്കേഴ്സ് പ്രത്യേകം എടുത്ത് പറയണം. ആഡംസന്റെ സ്പീക്കേഴ്സ് ആണ് അത്. ഇവിടെ ചുറ്റിനും സ്പീക്കേഴ്സ് ആണ്. ചുറ്റിനും ഒരു സ്പീക്കേഴ്സ് സറൗണ്ടിങ് സിസ്റ്റംസ് ഇവിടെ ഉണ്ട്. പിന്നെയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഒരു സ്റ്റേജ് ഷോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലൈറ്റ് ആണ് അല്ലേ. ലൈറ്റിന്റെ ആ ഒരു വിസ്മയ കാഴ്ചകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതെ അതെ, അത് ഇത് പാർലൈറ്റിന്റെ കാര്യം എടുത്ത് പറയണത് വെച്ചാൽ ഒരു 60-ൽ പരം പാർലൈറ്റുകൾ വെച്ചിട്ട് ഇവിടെ ഒരു വിഷ്വൽ ഒരു ട്രീറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ്. 12,000 പേർ ഇരിക്കാനുള്ള ഒരു അതിവിശാലമായ ഒരു 2000-ലധികം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എവിടെ ഇരുന്നാലും ഈ സെന്ററിൽ എവിടെ ഇരുന്നാലും, ഈവന്റ് സെന്ററിൽ എവിടെ ഇരുന്നാലും ഒരേ വ്യൂ ആണ് നമുക്ക്. അതൊരു ഗാലറി അറേഞ്ച്മെന്റ് ആണ് അല്ലേ. തീർച്ചയായിട്ടും അത് ഏത് സൈഡിൽ ഇരുന്നാലും നമുക്ക് അത്രയും ഒരു വിഷ്വലി ഒരു ട്രീറ്റ് തന്നെയായിരിക്കും. ഇതിന്റെ ഒരു ഓവൽ ഷേപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും അത് ഈ ഒരു സ്റ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പെർഫോമൻസ് അത്രയും ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓരോ വസ്തുക്കളുടെ ക്വാളിറ്റി നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ എല്ലാവരും എല്ലാ സെറ്റിംഗുമായിട്ടൊക്കെ ഇവിടെ എല്ലാം സെറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ April 27 വരിക, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. നിങ്ങൾ വരുന്നവർക്കെല്ലാം ഇവിടെ ഒരു അടിപൊളി ട്രീറ്റ് ആയിരിക്കും, ഉറപ്പാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് സ്റ്റേ ട്യൂൺ ടു ആഹാ റേഡിയോ ആൻഡ് എൻ്റെ കാനഡ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ്. സോ ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം. നമ്മളെല്ലാവരും ഒരുമിച്ച് എക്സൈറ്റഡ് ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേ ട്യൂൺഡ്.